മരണവേദന എനിക്ക് സഹിച്ചുകൂടാ. എന്നെ ഒന്ന് കൊന്നുതരാൻ ഞാൻ ആരോടാ പറയേണ്ടത്? നീ എന്തിനാണ് ആ പോത്തിക്കിരിക്കുന്നത് ഞെരുവിരി കൊള്ളുന്നത്? നിനക്ക് ഞങ്ങളില്ലേ? എടാ പോത്തിക്കിരി, നിന്നെ സമാശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെന്നും നിന്റെ സന്തത സഹചാരികളായിരുന്നടാ പോത്തിക്കിരി. നീ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ നടന്ന സഹായകന്മാരായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ആരാണ്? പിശാചുക്കളെന്ന് വിളിക്കപ്പെടുന്നു. മനുഷ്യന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുകയും സഹായ സഹകരണങ്ങൾ ചെയ്യുകയും പ്രചോദനമേകുകയും ചെയ്യുന്ന ഞങ്ങളുടെ പേര് പിശാചുക്കൾ. ഞങ്ങളിൽ സൗന്ദര്യ സമ്പൂർണതയുണ്ട്. ഞങ്ങളിൽ സൗരഭ്യ സമ്പൂർണതയുണ്ട്. ഞങ്ങളിൽ സമ്മോഹനങ്ങളായ എല്ലാ ഭൗതികതയുമുണ്ട്. ഈ അണ്ടകടാഹമാകെ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ വശ്യ സൗന്ദര്യമാണ്. ഈ സൗരയൂഥങ്ങളെ അലങ്കരിപ്പിക്കുന്നത് ഞങ്ങളാണ്. ഈ താരാപഥങ്ങൾക്ക് ചായവും ചമയവും നൽകുന്നത് ഞങ്ങളാണ്. വരുന്നുണ്ട്. ആര്? ആ കന്യാസ്ത്രീ, ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ വിഹരിക്കുന്നവൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ. ആ മറിയത്തിന്റെയും ഔസേപ്പിന്റെയും ആ യേശുവിന്റെയും പ്രിയപ്പെട്ടവൾ. മങ്കിടിയാൻ ത്രേസ്യ, കപട ഭക്ത. അവൾ പറയുന്നതൊന്നും നീ കേൾക്കല്ലേ. അവൾ നിന്നെ കുഴിയിൽ കൊണ്ടു ചെന്നാക്കും. അവൾ, ആ ത്രേസ്യ, അവളുടെ ഉപദേശം കേട്ടാൽ നീ ചെന്ന് കുഴിയിൽ ചാടും. അവൾ നിന്നെ തകർക്കും. മിണ്ടരുത്. ദേ അവൾ വന്ന് കയറിക്കഴിഞ്ഞു. അപ്പോത്തിക്കിരി, ഇപ്പോൾ എങ്ങനെയുണ്ട്? വേദനയ്ക്ക് കുറവുണ്ടോ? വേദനകൾ കൊണ്ടാണ് ഈ ദേഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോത്തിക്കിരി, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ? ഒന്ന് ഇറങ്ങിപ്പോടി. അവിടെ ഒരു പ്രാർത്ഥന. ആശം പിടിച്ചവൾ. അപ്പോത്തിക്കിരി, നിങ്ങൾക്ക് ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവരെയും എനിക്ക് കാണാൻ കഴിയും. ഇവൾക്ക് നമ്മളെ കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെ? അവളാ യേശുവിന്റെ വത്സല ശിക്ഷയല്ലേ. തീർച്ചയായും നമ്മെ കാണാൻ കഴിഞ്ഞേക്കും. ഈ അപ്പോത്തിക്കിരി ഇവരുടെ ദൈവവചനങ്ങളിൽ വീഴാൻ പാടില്ല. വിലക്കണം. അതിനെന്ത് ചെയ്യണം? ഇവൻ വസൂരി ചികിത്സകനായിരുന്ന അപ്പോത്തിക്കിരി ആയിരുന്നുവല്ലോ. ഇവൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെല്ലാം ഇവനോട് പറഞ്ഞ് ഇവനെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്തണം. അത് നല്ല കാര്യം. അതേ ഒരു മാർഗമുള്ളൂ. എന്നാൽ പ്രയോഗം തുടങ്ങിക്കോളൂ. എടാ പോത്തിക്കിരി, നീ വസൂരി വന്നു കിടന്ന ഒരു മനുഷ്യനെ ജീവനോടെ പായിൽ കെട്ടിപ്പൊതിഞ്ഞ് കുഴിച്ചിട്ടില്ലേ? അവൻ, ആ രോഗി ദയനീയമായി നിന്നോട് കേണപേക്ഷിച്ചു. എന്നിട്ട് നീ അത് കേട്ടോ? മരണവെപ്രാളത്തിൽ കിടന്നു പൊളഞ്ഞ എത്രയോ രോഗികൾക്ക് നീ വെള്ളം കൊടുക്കാതെ അവരെ മരണത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിട്ടിട്ടുണ്ട്. അപ്പോത്തിക്കിരി, നീ എത്ര ക്രൂരനാണ്! എത്ര മനസാക്ഷിയില്ലാത്തവനാണ്! എത്ര രോഗികളെ നീ അശ്രദ്ധ കൊണ്ട് ക്രൂരമായി വകവരുത്തിയിട്ടുണ്ട്! വെള്ളിപ്പ, ഞാൻ ജപമാല ചൊല്ലാം. വെള്ളിപ്പൻ പ്രാർത്ഥനയോടുകൂടെ കിടക്കൂ.
മനസ്താപപ്പെട്ടാൽ, പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് അനുതപിച്ച് കർത്താവിനെ വിളിച്ചാൽ ദൈവമായ കർത്താവ് കേൾക്കും. നരകത്തീയിലേക്ക് പോകാതെ വല്യപ്പന് രക്ഷപ്പെടാം. നീ പോടി. വല്യപ്പ, മിണ്ടാൻ വയ്യെങ്കിൽ ഈശോ ഈശോ എന്ന് മനസ്സിൽ പറയുക. ഈശോയുടെ മനസ്സിൽ അപേക്ഷിക്കുക. ഈശോ വല്യപ്പനെ രക്ഷിക്കും. ഇറങ്ങി പോടി കള്ള കന്യാസ്ത്രീ. ഇപ്പൊ മനസ്സിലായോ? യേശുവിന്റെ മണവാട്ടി, ഞങ്ങളുടെ സാമ്രാജ്യങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ ഇതായിരിക്കും അനുഭവം. ഇല്ല, ഞാൻ വരും. നിങ്ങൾ എത്രയേറെ മത്സരിച്ചാലും ഞാൻ തോൽക്കുകയില്ല. കാരണം എന്നെ അയച്ചവൻ ഈ ലോകത്തിന്റെ തന്നെ രക്ഷകനാണ്. പക്ഷേ ഞങ്ങളുടെ നിയന്ത്രണങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിലെ ഭൂരിപക്ഷം പേരും. ഞങ്ങളുടെ കൈകളിലെ വിളയാട്ടു പമ്പരങ്ങളാണ് മണ്ണിലെ മനുഷ്യർ. ഇരുട്ടിന്റെ ശക്തികളായ നിങ്ങളിൽ നിന്നും ഈ മനുഷ്യനെ രക്ഷിക്കാനാണ് തിരുക്കുടുംബം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ കിടക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, ക്രൂരതകൾ ചെയ്തിട്ടുണ്ടാകാം. ഈ മനുഷ്യനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത് നിങ്ങൾ തന്നെ. എന്നാൽ ഈ വല്യപ്പനെ കൊണ്ട് ഞാൻ ഈശോയെ വിളിപ്പിക്കും. ആ നാവിൽ നിന്ന് ആദ്യമായിട്ടാണെങ്കിലും കർത്താവേ എന്ന നാമം ഉയരും. അങ്ങനെ ഇയാൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. 100 നീതിമാന്മാരുടെ സ്തുതിഗീതങ്ങളെക്കാളേറെ ഒരു മഹാപാവിയുടെ മാനസാന്തരം കേട്ടാൽ സ്വർഗം സന്തോഷിക്കും. വല്യപ്പ, വിളിക്കൂ, ഈശോയെ എന്ന് വിളിക്കൂ. വിളിക്കൂ വല്യപ്പ, കർത്താവിനെ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കൂ. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എനിക്ക് മാപ്പ് നൽകണമേ, എനിക്ക് മാപ്പ് നൽകണമേ. അമ്മേ, അമ്മേ, കന്യാശ്രീ അമ്മേ, പേടിക്കരുത്. ഇത് ഞാനാണ്, മരിച്ചുപോയ ചാക്കോ. കന്യാശ്രീ അമ്മ ഭയപ്പെടരുത്. ഞാൻ ഭയപ്പെടാറില്ല. കാരണം ഞാൻ ഇടയ കന്യകയാണ്. ഞാൻ ശവമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പുതുവീട്ടിൽ ചാക്കോയുടെ ആത്മാവാണ്. മനസ്സിലായി. ഞാൻ മരിച്ചടക്കപ്പെട്ടിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. അറിയാം. ചാക്കോ പറഞ്ഞോളൂ. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നെ ഏറെ സ്നേഹിച്ചിരുന്ന എന്റെ കെട്ടിയോളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്. മദ്യപാനം മൂലമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എനിക്കറിയാം ചാക്കോ. എന്നാൽ ആ തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കി. അതൊക്കെ തെറ്റുകൾ തന്നെയാണെന്നറിഞ്ഞ് പശ്ചാത്തപിച്ചു. കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ടുമുണ്ട്. അനുതപിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അത് പൊറുക്കും ചാക്കോ. അവൻ സ്നേഹസ്വരൂപനാണ്. മറ്റുള്ളവരോടൊക്കെ ഞാൻ തെറ്റുകളേ ചെയ്തിട്ടുള്ളൂ. കെട്ടിയോൾക്കും മക്കൾക്കും വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. സമ്പാദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മനുഷ്യർക്ക് വേണ്ടി അവൻ കരുതുന്നുണ്ട്. കർത്താവ് അവൻ തരുന്നത് മാത്രമേ ശാശ്വതമാവൂ. അതിരിക്കട്ടെ, ചാക്കോ വന്നത് മറ്റെന്തോ കാര്യത്തിനാണ്. അത് പറഞ്ഞില്ല. അമ്മേ, നാളെ എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കാമോ? എന്നാൽ നാളെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എനിക്ക് മോചനം കിട്ടും. ശരി, ഞാൻ നോക്കട്ടെ ചാക്കോ.
മദർ, എന്താ സിസ്റ്റർ? വല്യച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. വിധേയത്തിലച്ഛൻ. എന്റെ ആത്മപിതാവോ? കാണണമെന്ന് ഞാൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്ര വേഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് സിസ്റ്റർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കാണണം. അച്ഛനെ ഞാൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്ര പെട്ടെന്ന് അച്ഛൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. സിസ്റ്റർ ത്രേസ്യ എന്നെ കാണണമെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിലെന്തോ വലിയ കാര്യമുണ്ടെന്ന് നിശ്ചയമായും എനിക്കറിയാം. സിസ്റ്ററെ കാണാതിരുന്നാൽ ഞാൻ തിരുക്കുടുംബത്തെ നിന്ദിക്കുന്നു എന്നർത്ഥം. കർത്താവും പരിശുദ്ധ അമ്മയും പരിശുദ്ധ ഔസേപ്പ് പിതാവും എന്നോട് ക്ഷമിക്കുകയില്ല. സിസ്റ്റർ മറിയം ത്രേസ്യയെ എളിയവനായ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ. ഈശോ മറിയം ഔസേപ്പും മൂവരും ഒരുമിച്ചും അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കും സിസ്റ്റർ ത്രേസ്യയ്ക്ക് ദർശനം നൽകുന്ന കാര്യം എനിക്കറിയാം. അത് പലർക്കും അറിയാമായിരിക്കും. പിശാചിനാലും മറ്റു രോഗപീഠകളാലും ഞെരുക്കപ്പെടുമ്പോൾ തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിച്ചിട്ടുള്ളതും എനിക്കറിയാം. പഞ്ചക്ഷതങ്ങൾ സിസ്റ്റർ മറിയം ത്രേസ്യയ്ക്കുമുണ്ട്. തിരുക്കുടുംബത്തിന്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടുന്ന സിസ്റ്റർ മറിയം ത്രേസ്യ എളിയവനായി എന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ വന്നില്ലെങ്കിൽ ഞാൻ എത്ര നന്ദി കെട്ടവൻ. പറയൂ, സിസ്റ്റർ എന്തിനാണ് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത്? അച്ഛാ, മരിച്ചുപോയ നമ്മുടെ പുതുപ്പറമ്പിൽ ചാക്കോയുടെ ആത്മാവ് ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അയാൾക്കൊരു സങ്കടം. അയാൾക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലാമോ എന്ന്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം ലഭിക്കാനാണ്. തീർച്ചയായും ഞാൻ അയാൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കാം. മദർ ത്രേസ്യ, അമ്മേ, അവിടുന്ന് പറഞ്ഞതനുസരിച്ച് അമ്മയുടെ ആത്മപിതാവ് അർപ്പിച്ച ദിവ്യബലിയുടെ മുഴുവൻ ഫലവും എനിക്ക് ലഭിച്ചു. അമ്മ എനിക്കായി കാഴ്ചവെച്ച പൂർണ്ണ ദണ്ഡവിമോചനവും. അതിനാൽ അമ്മേ, ഞാനിതാ സ്വർഗത്തിലേക്ക് പോകുന്നു. ഈശോ മറിയം ഔസേപ്പേ, ഈ എളിയവളുടെ പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി നന്ദി.